നമസ്കാരം. നക്ഷത്രപരത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 2024 ഫെബ്രുവരി 7-ാം തീയതി ബുധനാഴ്ച. ഇന്നത്തെ നക്ഷത്രം പൂരാടം. ചന്ദ്രൻ ധനുരാശിയിൽ സഞ്ചരിക്കുന്നു. മേടം രാശി. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. 9-ാം ഭാവത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലാണ് ചന്ദ്രൻ്റെ നില. അതുകൊണ്ട് തന്നെ 9-ാം ഭാവത്തിൽ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന ദോഷവശങ്ങളെക്കുറിച്ച് അധികം ചിന്തിക്കേണ്ടതില്ല എന്ന് വേണം അനുമാനിക്കാൻ. അതായത് പിതാവിനത്ര ശാരീരികമായ ദോഷമൊന്നും വരത്തില്ല. എന്നാൽ വിദ്യാഭ്യാസ സംബന്ധമായ ധനുരാശി ഒരു ജലരാശി അല്ലാത്തതിനാൽ വിദേശവുമായി ബന്ധപ്പെട്ട ഉന്നത പഠനത്തിന് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമോ അല്ലെങ്കിൽ ഈ ദിവസം അതുമായി ബന്ധപ്പെട്ട് വിഷമമുള്ള എന്തെങ്കിലും വാർത്തയോ കേൾക്കാൻ ഇടവന്നേക്കാം. തൊട്ടടുത്ത ദിവസങ്ങളിൽ അത് മാറുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ ആശങ്കകളൊന്നും ആവശ്യമില്ല. ധനപരമായ വളരെ ഗുണമുള്ള ദിവസമാണ്. ഭാഗ്യവും പൊതുവെ അനുകൂലമാണ്. ഇടവം രാശി. കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഇടവം രാശി. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലാണ് ചന്ദ്രൻ്റെ സഞ്ചാരം. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി അപ്രതീക്ഷിതമായി ഇവർക്ക് സഹായമുണ്ടാകാം. എന്നാൽ പ്രവർത്തനങ്ങളിലും യാത്രയിലുമൊക്കെ തടസ്സം കാണുന്നു. അതുപോലെ ശാരീരികമായ അവശതയോ അമാന്തം ഉള്ള ചില പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് കൊണ്ടുള്ള മാനസിക വ്യഥയോ ഒക്കെ ഇന്നിവർക്കുണ്ടാകാം. ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ തന്നെ മനസ്സ് വിഷമിപ്പിക്കാൻ ഇടവരാം. അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക ഇന്നത്തെ ദിവസം. പ്രത്യേകിച്ചും ജലവുമായി ബന്ധപ്പെട്ട് ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ ജലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്നിവർക്ക് ഏതെങ്കിലും തരത്തിൽ അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം. സാമ്പത്തികമായിട്ട് ദോഷമൊന്നും കാണുന്നില്ല. മിഥുനം രാശി. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2-ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗമാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം ഗുണകരം തന്നെയാണ്. സർവാഭീഷ്ടമുള്ള ദിവസം. എല്ലാ കാര്യങ്ങൾക്കും അനുഗ്രഹീതമായ ദിവസമാണിന്ന്. പ്രണയാർത്ഥികൾക്കും വിവാഹാർത്ഥികൾക്കും ഒരുപോലെ ഗുണകരം. അതുപോലെ തന്നെ യാത്ര വിജയകരമായി അവസാനിക്കുന്നു. അതിൻ്റേതായ ഗുണം ഇന്നുണ്ടാകുന്നു. സാമ്പത്തികമായി നല്ല നേട്ടമുണ്ട്. പ്രവർത്തനങ്ങളിൽ ഉദ്ദേശിച്ച ലക്ഷ്യം ഇന്നവർക്ക് സാധൂകരിക്കാൻ സാധിക്കുന്നു. പ്രവർത്തന വിജയം തന്നെയാണ് പ്രധാന വിഷയം. അതുപോലെ തന്നെ കർമ്മ മേഖലയിലും നന്നായി ശോഭിക്കാൻ സാധിക്കുന്നു. പൊതുവെ ഗുണകരം തന്നെയാണ് ഇന്നത്തെ ദിവസം. ഏറ്റവും പ്രധാനപ്പെട്ടത് തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ തടസ്സമുണ്ടായിരുന്ന കൂട്ടു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളോ ഇന്ന് വിജയത്തിൻ്റെ പാതയിലൂടെ മുന്നേറാൻ ആരംഭിക്കുന്നതിൻ്റെ തുടക്കമാണ്. അതുകൊണ്ട് ഗുണകരം തന്നെ എന്ന് പറയാം ഇന്നത്തെ ദിവസം. കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഇന്നത്തെ ദിവസം ഗുണകരമാണ്. ആദായകരം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ മാറുന്നു എന്ന് കാണാം. പ്രത്യേകിച്ച് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ. അല്ലാതെ സർവീസിംഗ് നടത്തുന്നു ആ മേഖലയിലാണെങ്കിൽ പോലും അവർക്കിന്ന് മനസ്സിന് സമാധാനം കിട്ടുന്നതും സംതൃപ്തി കിട്ടുകയും ചെയ്യുന്ന ദിവസമായി കാണാം. സാമ്പത്തികമായിട്ട് ഗുണം കാണുന്നുണ്ട്. തങ്ങൾ കൊടുക്കാനുള്ളവർക്ക് ഇന്ന് ആ പണം കൊടുത്തു തീർക്കാൻ സാധിക്കുന്നു. അങ്ങനെ കടബാധ്യതയിൽ നിന്നൊരു മോചനമുണ്ടാകുന്ന ദിവസമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അവശതയുണ്ടെങ്കിൽ അത് ഇന്ന് മാറുന്ന ദിവസമാണ്. വ്യക്തിബന്ധങ്ങളിലും വളരെ ഊഷ്മളമായ ദിവസമായിട്ട് വേണം ഇന്നത്തെ ദിവസം പരിഗണിക്കാൻ. പൊതുവെ ഗുണകരമാണ് സാമ്പത്തികമായും പ്രവർത്തനപരമായും. ചിങ്ങം രാശി. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രധാന സവിശേഷത 5-ൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ്റെ അവസ്ഥയാണ്. അല്ലാതെ തന്നെ ഇവർക്ക് കണ്ടകശനിയും അഷ്ടമത്തിൽ രാഹുവും 2-ൽ കേതുവുമൊക്കെ സഞ്ചരിക്കുന്നതുകൊണ്ടുള്ള അടിസ്ഥാനത്തിൽ വേണം ചിന്തിക്കാൻ. അതുകൊണ്ട് തന്നെ 5-ലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം കുട്ടികൾക്ക് വലിയ ദോഷമൊന്നും ചെയ്യില്ലെങ്കിലും ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ചെറിയ ചില പ്രതികൂലമായ അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഏറ്റവും വേണ്ടപ്പെട്ടവരിൽ നിന്ന് വിഷമമുണ്ടാകുന്ന ചില വർത്തമാനങ്ങളോ പ്രവൃത്തികളോ എന്നിവർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. സാമ്പത്തികമായിട്ട് താരതമ്യേന ഗുണമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വളരെ ഭാഗികമായി മാത്രമേ ഇന്ന് ഇവർക്ക് ഗുണം കാണുന്നുള്ളൂ. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അര. അഷ്ടമഭാവത്തിലാണ് ഇവർക്ക് വ്യാഴം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രതികൂലമായ ആ ഭാഗ്യക്കേടിൻ്റെ കാര്യം ചിന്തിച്ചുകൊണ്ട് വേണം പൊതുവെയുള്ള കാര്യങ്ങൾ കന്നിരാശിയെക്കുറിച്ച് പറയാൻ. ചന്ദ്രൻ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്കത്ര ഗുണകരമായി കാണുന്നില്ല. പ്രത്യേകിച്ചും മാതാവിനോ തത്തുല്യരായ ആൾക്കാർക്കോ അല്ലെങ്കിൽ അമ്മാവന്മാർക്കോ ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ മറ്റു മാനസിക വിഷമങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹനം വളരെ സൂക്ഷിച്ചു ഓടിക്കുക. താൽക്കാലികമായി നിൽക്കുന്ന ഇടങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും തരത്തിൽ ദോഷമുണ്ടാക്കാം. അതായത് ഓഫീസിലായാലും
ശരി, വാഹനത്തിലായാലും ശരി, സ്വന്തം വീട്ടിലായാലും ശരി. അപ്പോൾ പ്രതികൂലമായ അവസ്ഥകൾ ഇവരെ നേരിടേണ്ടിയിരിക്കുന്നു. സാമ്പത്തികമായിട്ട് 4-ാം ഭാവത്തിൽ ചന്ദ്രൻ ദോഷം ചെയ്യില്ല. അതുകൊണ്ട് സാമ്പത്തികമായി അനുകൂലമാണെങ്കിലും മറ്റ് പല കാര്യങ്ങളിലും പ്രതികൂലമായ അവസ്ഥ കാണുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ഇന്നത്തെ ദിവസം കൈകാര്യം ചെയ്യുക. തുലാം രാശി. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസത്തിന് ഗുണകരമായ അവസ്ഥയാണ് കാണുന്നത്. 3-ൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ ഇവർക്ക് ഗുണത്തെ ചെയ്യും. വ്യാഴവും ഇവർക്ക് അനുകൂലമായ സ്ഥലത്ത്, ശനിയും അനുകൂലമാണ്, രാഹുവും ഒക്കെ അനുകൂലമാണ്. ചിലവ് കൂടിയിരിക്കുമെന്നുള്ളത് ഒഴിച്ചാൽ അതിനനുസരിച്ചോ അതിൽ കൂടുതലോ വരുമാനം എന്നിവർക്ക് കിട്ടാനുള്ള ശുഷ്കാന്തിയും കർമ്മ ബാഹുല്യവും എന്നിവർക്കുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇന്ന് ജോലിയിൽ ഇടപഴകാൻ സാധിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായി നല്ല ബലമുണ്ടാകുന്ന ദിവസമാണ്. ഏറ്റവും ഊഷ്മളമായ ദിവസം, ബന്ധുമിത്രാദികളുമൊത്ത് സഹവസിക്കാനുള്ള ദിവസം കൂടിയാണ്. ഗുണകരം. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ 1/4 ഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രൻ വാക്കിന് ദോഷമൊന്നും ഇന്നത്തെ ദിവസം വലുതായി ഉണ്ടാക്കില്ല എന്ന് വേണം അനുമാനിക്കാൻ. കാരണം വ്യാഴദൃഷ്ടിയിൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ദോഷത്തെ ചെയ്യില്ല. എന്നാൽ ഇവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പുതിയ ചില സൗഹാർദ്ദങ്ങൾ കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില മീറ്റിങ്ങുകളോ ചില വാർത്തകളോ ഒക്കെ കേൾക്കാൻ ഇടവന്നേക്കാം. എന്തായാലും ഗുണം മാത്രമേ ചെയ്യുന്നുള്ളൂ, ദോഷം കാണുന്നില്ല. പക്ഷേ വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കുക. കാരണം തങ്ങളുടെ പ്രവൃത്തിയും തങ്ങളുടെ വാക്കുമൊക്കെ ഇന്ന് പരീക്ഷിക്കപ്പെടുന്ന ദിവസമാണ്. അതുകൊണ്ട് അങ്ങേയറ്റം കൃത്യതയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ഓരോ കാര്യങ്ങളും ചെയ്യുക. സാമ്പത്തികമായി ഒട്ടുമേ ദോഷമല്ല. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കൂടുതൽ ഊർജ്ജസ്വലമായൊരു ദിവസമായിട്ട് വേണം കാണാൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം കൈവരുന്ന ദിവസമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തങ്ങളുടെ പ്രവൃത്തിയിൽ ഇന്ന് ഏറ്റവും നന്നായി ഇവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ കയ്യടി നേടുന്ന ദിവസം കൂടിയാണെന്ന്. സാമ്പത്തികമായിട്ടും നല്ല ഗുണം കാണുന്നു. ശരീരത്തെയും മനസ്സിനെയും ആനന്ദിപ്പിക്കാനും ആശ്വാസം പകരാനും തക്കവണ്ണം എന്നിവർക്ക് സാമ്പത്തിക ബലം ഉണ്ടാകുന്നതാണ്. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. ഉല്ലാസയാത്രയ്ക്ക് പോകാനുമൊക്കെ ഇന്ന് സാധ്യതയുണ്ട്. പൊതുവെ ഗുണകരമാണ് ധനുരാശിക്കാർക്ക് ഇന്നത്തെ ദിവസം. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ 1/4, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ചിലവ് അല്പം വർദ്ധിച്ചിരിക്കുമെന്ന് മാത്രമേ ദോഷമായി പറയാനുള്ളൂ. എന്നാൽ ഈ ചിലവ് വർദ്ധിച്ചിരിക്കുന്നത് ഉടനെ ലാഭം കിട്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം, അല്ലാതെ അനാമത്ത് ചിലവല്ല. കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായോ ആരോഗ്യ സംബന്ധമായോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വയസ്സായ അച്ഛനമ്മമാർക്ക് വേണ്ടി അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കോ ആയിരിക്കാം പണം മുടക്കേണ്ടി വരിക. അതുമല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട പുനരാവിഷ്കാരത്തിനോ ഫർണിച്ചർ വാങ്ങുന്നതിനോ ഒക്കെയാണ്. എന്തായാലും നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നഷ്ടം ആയിട്ട് ഇതിനെ കാണണ്ട, ചിലവ് തന്നെയാണ്. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിലും വലിയ ദോഷം കാണുന്നില്ല. കുംഭം രാശി. അവിട്ടത്തിൻ്റെ 2ാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യത്തെ 1/4 ഭാഗം നക്ഷത്രങ്ങളടങ്ങുന്ന കുംഭം രാശിക്ക് ഇന്ന് വളരെ ഗുണകരമായ ദിവസമാണ്. സാമ്പത്തികമായ നേട്ടം കാണുന്നു. പ്രവർത്തനങ്ങളിൽ വിജയം കാണുന്നു. സഹായിക്കില്ല എന്ന് കരുതിയിരുന്നവർ കൂടി ഇന്ന് സഹായിക്കുന്ന ദിവസമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട മനസ്സുകളുമായി അടുക്കാൻ സാധിക്കുന്ന ദിവസമാണ്. സൗഹാർദ്ദവും പ്രണയവുമൊക്കെ ഇന്ന് നല്ല അനുമോദനങ്ങളും അനുഭൂതികളും നൽകുന്ന ദിവസമായി കാണുന്നു. പൊതുവെ മനസ്സിന് സന്തോഷം കിട്ടുന്ന ദിവസം. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലും ഒരു മാറ്റമുണ്ടാകുന്ന ദിവസമാണ്. അതുകൊണ്ട് കുംഭം രാശിക്കാർക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നത്തെ ദിവസം കൂടുതൽ ഗുണകരമായി കാണുന്നു. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ ഊർജ്ജസ്വലതയും കൂടുതൽ നവോന്മേഷവും കൈവരുന്ന ദിവസം. ക്രിയാത്മകമായി കുറച്ചുകൂടി പ്രവർത്തിക്കാൻ പറ്റുന്ന ദിവസമാണെന്ന്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി ഉള്ളതുകൊണ്ട് ധനം കയ്യിൽ നിന്ന് ചോരാതെ തങ്ങളുടെ പ്രവൃത്തിയെ ഏറ്റവും ലാഭകരമായ അവസ്ഥയിൽ എത്തിക്കാൻ സാധിക്കുന്നൊരു ദിവസമാണ്. അല്ലെങ്കിൽ അത്തരം തീരുമാനങ്ങൾ എടുക്കപ്പെടുന്ന ദിവസമാണ്. ഇതോടുകൂടി ഇന്നത്തെ നക്ഷത്രഫലം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നല്ലൊരു ജീവിതം, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ദിവസം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.